ഇടവക വികാരികളായ വൈദികരുടെ ലോക സമ്മേളനം റോമിൽ ഏപ്രിൽ 28 മുതൽ മെയ് 2 വരെ നടക്കും. സിനഡാത്മകതയെ അധികരിച്ചുള്ള സിനഡ് സമ്മേളനത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയുമായ ഘട്ടത്തിന് ഒരുക്കമായി ഇടവക വികാരികളായ വൈദികരുടെ ലോക സമ്മേളനമാണ് നടക്കുന്നത്. ഈ കൊല്ലം ഏപ്രിൽ 28, മെയ് 2 വരെ റോമിലായിരിക്കും സമ്മേളനം. കത്തോലിക്ക മെത്രാൻ സംഘങ്ങളും പൗരസ്ത്യ കത്തോലിക്ക സഭകളും തിരഞ്ഞെടുത്തയക്കുന്ന 300ഓളം വൈദികരായിരിക്കും ഇതിൽ സംബന്ധിക്കുക. മെത്രാന്മാരുടെ സിനഡിന്റെ പൊതുകാര്യാലയവും വൈദികർക്കായുള്ള സംഘവും സംയുക്തമായിട്ടാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഇത് ശ്രവണത്തിന്റെയും പ്രാർത്ഥനയുടെയും വിവേചിച്ചറിയലിന്റെയും ഒരു കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് ഇതേക്കുറിച്ചുള്ള അറിയിപ്പിൽ പങ്കുവയ്ക്കുന്നു. സത്യാന്വേഷണത്തിൽ ആരും ആനുകാലിക ശൈലികളാലോ പൊതുവായ ചിന്താധാരണകളാലോ അനുയായികളുടെ അഭിപ്രായങ്ങളാലോ സ്വാധീനിക്കപ്പെടരുതെന്ന് മാർപ്പാപ്പ. ഇറ്റലിയിൽ മിലാനിലെ ഗോർല എന്ന സ്ഥലത്ത് 1599 സ്ഥാപിതമായ കൊളേജോ റെത്തോന്തി എന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരും അടങ്ങിയ 3000ഓളം പേരെ ഈ വിദ്യാലയത്തിന്റെ 425ാം സ്ഥാപന വാർഷികത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വത്തിക്കാനിൽ പോൾ 6 ശാലയിൽ സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. സത്താപരമായവയിലൊഴികെ ആവശ്യമുള്ളപ്പോൾ തങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ചിന്താരീതികളും മാറ്റുന്നതിനും സ്വീകരിക്കുന്നതിനും ആരും ഭയപ്പെടേണ്ടതില്ലെന്ന് പാപ്പ പറഞ്ഞു. സത്യത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായിരിക്കണമെന്നും അതിനാൽ തന്നെ ശ്രവിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും സന്നദ്ധയുള്ളവരായിരിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. കൗദാശിക വാക്യങ്ങളും വസ്തുക്കളും മാറ്റാൻ പാടില്ലെന്ന് വത്തിക്കാൻ വിശ്വാസ തിരുസംഘം. കൂദാശകളിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളിലെ വാക്യങ്ങളിലും കൗദാശിക വസ്തുക്കളിലും മാറ്റം വരുത്തിയാൽ ആ കൂദാശ അസാധുവായിരിക്കുമെന്ന് വ്യക്തമാക്കി വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിന്റെ ഔദ്യോഗിക കുറിപ്പ്. ജസ്റ്റിസ് വെർബിസ്കോ എന്ന ലത്തീൻ ശീർഷകത്തിലുള്ള കുറിപ്പ് ശനിയാഴ്ചയാണ് വിശ്വാസ തിരുസംഘം പുറപ്പെടുവിച്ചത്. സഭയുടെ ആരാധന ക്രമജീവിതത്തിന്റെ സൂക്ഷിപ്പുകാരും പരിപോഷകരും എന്ന നിലയിലുള്ള ബിഷപ്പുമാരെ അവരുടെ ചുമതലകളിൽ സഹായിക്കാനാണ് പുതിയ കുറിപ്പ്. തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും സെക്രട്ടറി മോൺസിഞ്ഞോർ അർമാന്തോ മത്തേയോയും ഒപ്പുവെച്ച കുറിപ്പിന് ഫ്രാൻസിസ് പാപ്പ ജനുവരി 31 അംഗീകാരം നൽകിയിരുന്നു. കൂദാശയുടെ പരികർമ്മത്തിനായുള്ള നിർദ്ദിഷ്ട വാക്യങ്ങളും അതിനുപയോഗിക്കേണ്ട വസ്തുക്കളും കാർമ്മികന് യഥേഷ്ടം മാറ്റാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം ആ കൂദാശ അസാധുവാണെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ വ്യക്തമാക്കിയുള്ള ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റ് അലക്സിയോസ് മാർ യസേബിയോസ് മെത്രാപ്പൊലീത്ത പ്രസ്താവിച്ചു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, സ്കോളർഷിപ്പ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ പിൻവലിക്കുക, ദളിത് ക്രൈസ്തവരുടെ പിൻവലിച്ച ആനുകൂല്യങ്ങൾ തിരികെ നൽകുക, പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന അവകാശ സംരക്ഷണ നീതി യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പൊലീത്ത. മിഷണറിമാർക്കെതിരെയുള്ള ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ആരോപണത്തിനെതിരെ ക്രൈസ്തവ നേതാക്കൾ. മിഷണറിമാർ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഒരു പ്രബല ശക്തിയാണെന്നും വിദ്യാഭ്യാസ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച് അവർ മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ക്രൈസ്തവ മിഷണറിമാർ പാവപ്പെട്ട ആദിവാസി ജനങ്ങളുടെ ഇടയിൽ അവരുടെ വിദ്യാഭ്യാസ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത് നിഷേധിക്കാൻ സാധിക്കാത്ത വസ്തുതയാണ്. എന്നാൽ അവരെ മതപരിവർത്തനം നടത്തുകയാണെന്ന് പറയുന്നത് അബദ്ധവും നിരാശാജനകവുമായ ആരോപണമാണെന്നും യഥാർത്ഥ വസ്തുക്കൾ പരിശോധിക്കാതെ ന്യൂനപക്ഷ സമുദായത്തിനെതിരെ ഇത്രയും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആരോപണം ഉന്നയിക്കുന്നത് പ്രതീക്ഷിക്കാത്ത കാര്യമാണെന്നും ഈ അവകാശവാദം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും റായ്പൂർ അതിരൂപതയുടെ വികാരി ജനറലായ ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റം അഭിപ്രായപ്പെട്ടു.